ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കുന്ന 2-3 പോയിന്റുകളാണ് ഉള്ളത്. ഒന്ന്, എൻഗേജ്. നമ്മുടെ ടീമിനെ എൻഗേജ് ചെയ്താലാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റുള്ളൂ, വർക്ക് ഉണ്ടായിരിക്കണം. 2, എഡ്യൂക്കേറ്റ്. നമ്മുടെ ടീമിനെ നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്യണം. കാരണം നമ്മൾ ചെയ്യുന്ന പ്രോസസ്സ് എന്താണെന്ന് പറഞ്ഞു കൊടുക്കണം. അവർക്ക് വ്യക്തമായിട്ട് അവരെ എഡ്യൂക്കേറ്റ് ചെയ്യണം. പ്രോപ്പർ ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ അവരിൽ നല്ല റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റും. 3, എംപവർ ചെയ്യാം. നമ്മുടെ ടീമിനെ നമ്മൾ പവർ ചെയ്യണം. ആദ്യം നമ്മൾ ഒരു വർക്ക് പഠിക്കുമ്പോൾ എത്ര മണിക്കൂറിൽ തീർക്കാൻ പറ്റുക? ചിലപ്പോൾ ഒരു ദിവസം എടുത്താലാണ് ഒരു വർക്ക് ഫുള്ള് തീരുക. കൂടുതൽ ട്രെയിൻഡ് ആവുമ്പോൾ എന്തുണ്ടാവും, അവർക്ക് ആ പ്രോസസ്സ് ചെയ്യാനായിട്ട് ചിലപ്പോൾ അരമണിക്കൂർ മതി. ഒരാൾ വെച്ചിട്ട് നമുക്ക് അരമണിക്കൂറിൽ ഒരു വർക്ക് തീർക്കാൻ പറ്റുകയാണെങ്കിൽ വലുതല്ലേ. ടീമിനെ നന്നായിട്ട് ഉപയോഗിക്കുക. ഞാൻ 3 കാര്യമാണ് പറഞ്ഞത്. ഒന്ന്, എന്താണ്, ആദ്യത്തെ എൻഗേജ്. 2, അവരെ എഡ്യൂക്കേറ്റ്. 3, എംപവർ. ഈ 3 പ്രോസസ്സ്, എൻഗേജ്, എഡ്യൂക്കേറ്റ്, എംപവർ, ഈ 3 പ്രോസസ്സ് നമ്മൾ പൂർത്തിയാവുമ്പോൾ നമുക്ക് എന്തുണ്ടാവും, ഒരു പുതിയൊരു കൂടി തുടങ്ങും.